മഗധയുടെ രാജസദസ്സിൽ വെച്ച് നന്ദരാജാവിനാൽ അപമാനിതനായി സിംഹാസനത്തിൽ നിന്നും തള്ളപ്പെട്ട ആ ബ്രാഹ്മണന്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ? അന്ന് ആ തകർച്ചയിൽ അയാൾ തളർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ചരിത്രം മറ്റൊന്നായേനെ. ജീവിതം നിങ്ങളെ പലവട്ടം തകർത്തിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവർ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടാകാം. സാഹചര്യങ്ങൾ നിങ്ങളെ ശ്വാസം മുട്ടിച്ചിട്ടുണ്ടാകാം. ഈ പോരാട്ടങ്ങൾക്കിടയിൽ എപ്പോഴോ പരാജയപ്പെട്ടവൻ എന്നത് നിങ്ങളുടെ ശാശ്വതമായ അടയാളമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. എന്നാൽ ചാണക്യനായ ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകം കണ്ട കരുത്തരായ ഭരണാധികാരികളാരും സുഖസൗകര്യങ്ങളിൽ ജനിച്ചവരല്ല. മറിച്ച് അവർ ഏറ്റവും വലിയ തകർച്ചകളിൽ നിന്നും വെണ്ണീറിൽ നിന്നുമാണ് സ്വയം ഉയർത്തെഴുന്നേറ്റത്. ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള തന്ത്രങ്ങൾ ഞാൻ രൂപപ്പെടുത്തിയത് കൊട്ടാരത്തിലിരുന്നല്ല, മറിച്ച് അപമാനിതനായി കാടുകളിൽ അലഞ്ഞു നടന്ന കാലത്താണ്. ആ വലിയ തകർച്ചയാണ് എനിക്ക് ലോകത്തെ കാണാനുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നൽകിയത്. ഇതാണ് പ്രകൃതിയുടെ നിയമം. തകർന്നു പോകാൻ വിസമ്മതിക്കുന്ന മനുഷ്യർ പ്രവചനാതീതരായി മാറുന്നു. അങ്ങനെയുള്ളവരെ നിയന്ത്രിക്കുക എന്നത് ഏതൊരു ചക്രവർത്തിക്കും അസാധ്യമാണ്. ഒന്നാമത്തെ സത്യം ഇതാണ്: വേദന നിങ്ങളുടെ ശത്രുവല്ല, അതൊരു ഗുരുവാണ്. മിക്ക ആളുകളും ജീവിതത്തിലെ കടുത്ത പരാജയങ്ങളിൽ സ്വയം സഹതപിക്കാനോ അല്ലെങ്കിൽ ആ വേദന മറക്കാൻ താൽക്കാലിക വിനോദങ്ങളിൽ ഏർപ്പെടാനോ ആണ് ശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആ വേദനയോടൊപ്പം ശാന്തമായി ഇരുന്ന് അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിലെ പിഴവുകളെയും നിങ്ങൾ വിശ്വസിച്ച വ്യാജമായ ബന്ധങ്ങളെയും നിങ്ങളുടെ ഉള്ളിലെ ബലഹീനതകളെയും വെളിപ്പെടുത്തി തരും. അസ്വസ്ഥതകളിൽ നിന്നാണ് യഥാർത്ഥ ജ്ഞാനം ജനിക്കുന്നത്. നിങ്ങളെ തകർത്ത കാര്യങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ കരുത്തനായി വാർത്തെടുക്കാം. ഇതുപോലുള്ള അതിശക്തമായ തന്ത്രങ്ങളും ജീവിത പാഠങ്ങളും ഇനിയും കേൾക്കാനും നിങ്ങളുടെ ജീവിതത്തെ ഒരു സാമ്രാജ്യമാക്കി മാറ്റാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമതായി, നിശബ്ദത എന്നത് ഒരു വലിയ ആയുധമാണ്. എല്ലാവരും വാതോരാതെ സംസാരിക്കുകയും മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കൊതിക്കുകയും ചെയ്യുന്ന ഈ ലോകത്ത് സ്വന്തം നാവ് നിയന്ത്രിക്കുന്നവൻ തൻ്റെ ശത്രുക്കളെയും തൻ്റെ വിധിയെയും നിയന്ത്രിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും മറ്റുള്ളവർക്ക് നൽകുന്ന വിവരമാണ്. നിങ്ങളുടെ ഓരോ ഭാവവും നിങ്ങളുടെ ശത്രുക്കൾക്ക് ലഭിക്കുന്ന സൂചനയാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ലോകത്തോട് വിശദീകരിക്കുന്നത് എപ്പോൾ നിർത്തുന്നുവോ അപ്പോൾ ആളുകൾ നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേലുള്ള സ്വാധീനം നഷ്ടപ്പെടുന്നു. നിശബ്ദത എന്നത് ബലഹീനതയല്ല, മറിച്ച് അത് വിജയത്തിലേക്കുള്ള തന്ത്രമാണ്. മൂന്നാമതായി, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും വികാരങ്ങളെയും കീഴടക്കുക, അല്ലെങ്കിൽ അവ നിങ്ങളെ അടിമയാക്കും. ദേഷ്യം, അസൂയ അല്ലെങ്കിൽ ഭയം എന്നിവയാൽ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ പരാജയപ്പെടുത്താൻ ശത്രുവിൻ്റെ ആവശ്യമില്ല. അവൻ്റെ വികാരങ്ങൾ തന്നെ അവനെ നശിപ്പിക്കും. ഏറ്റവും ശക്തമായ അവസ്ഥ എന്നത് വികാരങ്ങളില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് വികാരങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയാണ്. എല്ലാം അനുഭവിക്കുമ്പോഴും ശാന്തനായി തൻ്റെ നീക്കം തിരഞ്ഞെടുക്കുന്നവനാണ് യഥാർത്ഥ വിജിഗിഷു. ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അചഞ്ചലനായി തുടരുകയാണെങ്കിൽ അവിടെ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ജീവിതം നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ പരിഭ്രാന്തനാകാതെ അങ്ങേയറ്റം അച്ചടക്കത്തോടെ അതിനെ നേരിടുക. പ്രകോപിപ്പിക്കാൻ കഴിയാത്ത മനുഷ്യനെ കീഴടക്കാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. നാലാമതായി, നിങ്ങളുടെ സുഹൃത്തുക്കളെയും സഹായികളെയും അതീവ ജാഗ്രതയോടെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ആരുമായി സമയം ചെലവഴിക്കുന്നുവോ അവരുടെ സ്വഭാവം നിങ്ങളിലേക്ക് പടരും. നിങ്ങളെ വെറുതെ പുകഴ്ത്തുന്നവർ നിങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്നവർ നിങ്ങളുടെ വളർച്ച തടയും. ചാണക്യ സൂത്രമനുസരിച്ച് പാമ്പിനേക്കാൾ ഭീകരനാണ് കൂടെ നിൽക്കുന്ന വഞ്ചകൻ. അതുകൊണ്ട് നിങ്ങളെ നിരന്തരം തിരുത്തുന്ന കയ്പുള്ള സത്യങ്ങൾ മുഖത്തു നോക്കി പറയാൻ ധൈര്യമുള്ള ബുദ്ധിമാന്മാരെ മാത്രം കൂടെ കൂട്ടുക. നിങ്ങളുടെ ചുറ്റുപാടാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. അഞ്ചാമതായി, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കരുത്. വലിയ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് താൽക്കാലികമായ ആനന്ദം നൽകുമെങ്കിലും അത് നിങ്ങളുടെ കർമ്മശേഷിയെ ഇല്ലാതാക്കുന്നു.
നിങ്ങൾ നിങ്ങളുടെ നീക്കങ്ങൾ നേരത്തെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ശത്രുക്കൾക്ക് നിങ്ങളെ തടയാനുള്ള അവസരം ഒരുക്കുകയാണ്. നിശബ്ദമായി പ്രവർത്തിക്കുക. ലോകം അറിയാതെ നിങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുക. ഒടുവിൽ നിങ്ങളുടെ വിജയത്തിൻ്റെ മുഴക്കം ലോകം കേൾക്കട്ടെ. വാക്കുകൾക്ക് ഈ ലോകത്ത് വിലയില്ല. ഫലങ്ങൾക്കാണ് എല്ലാവരും ആദരവ് നൽകുന്നത്. ആറാമതായി, തന്ത്രപരമായ ക്ഷമ ശീലിക്കുക. സമയമെത്തുന്നതിന് മുൻപ് മരം കുലുക്കിയാൽ ഫലം ലഭിക്കില്ല. സമയം എന്നത് യുദ്ധത്തിലെ ഏറ്റവും വലിയ തന്ത്രമാണ്. ക്ഷമ എന്നത് നിഷ്ക്രിയത്വമല്ല, അതൊരു കടുത്ത തയ്യാറെടുപ്പാണ്. ശരിയായ അവസരത്തിനായി കാത്തിരിക്കാനുള്ള കഴിവാണ് ഒരു യഥാർത്ഥ ഭരണാധികാരിയുടെ ലക്ഷണം. വികാരപരമായ 100 നീക്കങ്ങളെക്കാൾ കരുത്തുറ്റതാണ് സമയമറിഞ്ഞുള്ള ഒരൊറ്റ നീക്കം. ഏഴാമതായി, ആവശ്യമായ സമയത്ത് നിങ്ങളെ തന്നെ പൂർണ്ണമായും മാറ്റിയെടുക്കുക. പലരും തങ്ങളുടെ പഴയ പരാജയങ്ങളുടെ കഥകളിൽ തളച്ചിട്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ചതിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ് എന്നത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയായി മാറരുത്. വളർച്ചയ്ക്ക് പഴയ രൂപങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറാൻ പഠിക്കുക. നിങ്ങൾക്ക് ഗുണമില്ലാത്ത എല്ലാ ചിന്തകളെയും ഉപേക്ഷിക്കുക. നിങ്ങളെ തന്നെ പുതുക്കിപ്പണിയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തോടുള്ള അചഞ്ചലമായ കൂറാണ്. ഇതിനെല്ലാം താഴെ ഒരു അന്തിമ സത്യമുണ്ട്. അപരാജിതനായി മാറുക എന്നത് ഒരു യാദൃശ്ചികതയല്ല, അതൊരു നിത്യേനയുള്ള തീരുമാനമാണ്. പുറത്തുള്ള ബഹളങ്ങളെക്കാൾ നിങ്ങളുടെ ഉള്ളിലെ ലക്ഷ്യബോധത്തിന് മുൻഗണന നൽകുക. ശത്രുക്കൾ ഉണ്ടാകും, വഞ്ചനകൾ സംഭവിക്കും, എന്നാൽ ഇവയൊന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് നിങ്ങൾ ചാണക്യതന്ത്രം പയറ്റിത്തുടങ്ങുന്നത്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ജാഗരൂകനാക്കുന്നു. നിങ്ങളുടെ വേദനകൾ നിങ്ങളെ വലിയ തന്ത്രങ്ങൾ പഠിപ്പിക്കുന്നു. ഓരോ പരാജയവും നിങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ തറക്കല്ലാണ്. നിങ്ങളുടെ ജീവിതകഥയുടെ ശില്പി നിങ്ങൾ തന്നെ ആകുന്നിടത്തോളം കാലം ഈ ലോകത്തെ ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നും തകർന്നു പോകാൻ വിധിക്കപ്പെട്ടവരല്ല, നിങ്ങൾ പുനർനിർമ്മിക്കപ്പെടേണ്ടവരാണ്. കൂടുതൽ ബുദ്ധിയോടെ, നിശബ്ദതയോടെ, അച്ചടക്കത്തോടെ. ഒരു രാജാവിനെ മറ്റുള്ളവരല്ല തിരഞ്ഞെടുക്കുന്നത്. സ്വന്തം ബുദ്ധിയിലൂടെയും നിശബ്ദതയിലൂടെയും അക്ഷീണമായ പരിശ്രമത്തിലൂടെയും അയാൾ സ്വയം രാജാവായി മാറുകയാണ്. ഓർക്കുക, തകർക്കപ്പെട്ടവൻ എന്നത് നിങ്ങളുടെ അടയാളമല്ല, അപരാജിതൻ എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം. ഭരണതന്ത്രത്തെയും വിജയത്തെയും കുറിച്ചുള്ള ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ ജ്വലിപ്പിച്ചുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ചാണക്യൻ്റെ കൂടുതൽ ഗൂഢമായ തന്ത്രങ്ങളെക്കുറിച്ചറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത തന്ത്രവുമായി നമുക്ക് വീണ്ടും കാണാം.